അങ്ങനെ ഞങ്ങൾ അഹമ്മദാബാദ് എയർപോർട്ടിൽ എത്തി ഗൈസ്. ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല പച്ചപ്പും ഹരിതാപകരവും, എന്ത് രസമല്ലേ കാണാൻ. പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം മാത്രം എത്ര രസമുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് ഫുഡൊക്കെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്ലാൻ മൊത്തം തെറ്റി ഗൈസ്. കാരണം എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ബോർഡിങ് ഓപ്പൺ ആവണമെന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങൾക്ക് ഫുഡിൻ്റെ സൈഡിലേക്കൊന്നും ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറേ പ്രാവുണ്ടായിരുന്നു കേട്ടോ. പ്രാവിനെ കണ്ടപ്പോൾ നൂഹ് കാക്കാന്ന് പറഞ്ഞ് പേടിച്ചിട്ട് സീറ്റിൽ കയറിയിരുന്നു. പിന്നെ ബോർഡിങ്ങൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ നേരെ ലോഞ്ചിലേക്ക് പോയി. ലോഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വായ വെക്കാൻ കൊള്ളാത്ത ഫുഡുകളായിരുന്നു ഗൈസ് അവിടെ ഫുൾ ഉണ്ടായിരുന്നത്. നമുക്ക് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കഴിക്കാൻ പറ്റാവുന്ന ഒരു ഫുഡെന്ന് പറയുന്നത് റൈസായിരുന്നു. പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. അത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കൂടുതലും അവർ നോൺ വെജ് ഫുഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും അവർ വെജ് ഫുഡ്സ് ആയിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. മേ ബി അവർ ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാവാത്തതുകൊണ്ടായിരിക്കും. പിന്നെ പാസ്ത ഉണ്ടായിരുന്നു. ഞാൻ നൂഹിന് പാസ്തയാണ് പ്രിഫർ ചെയ്തത് കേട്ടോ. അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലോണം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മോനെ എൻ്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞങ്ങൾ കുറേ ഇട്ട് കളിപ്പിച്ചായിരുന്നു. ഏകദേശം ഒരു 1.5 hour ഞങ്ങൾക്ക് ബോർഡിങ്ങിൽ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഡെസേർട്ട് സെക്ഷനിൽ പോയി. നൂഹിന് വാട്ടർമെലൺ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം അവൻ ബത്തക്കാന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ അവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ജ്യൂസുകളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടുത്തെ റൈസിനേക്കാളും കറിനേക്കാളും ഞങ്ങൾ കൂടുതൽ കഴിച്ച ഡെസേർട്ട് ഐറ്റംസ് ഫ്രൂട്ട്സും ആയിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ളതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെല്ലാം കഴിച്ചതിന് ശേഷമാണ് അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞത് അവർ സ്പെഷ്യൽ ഗുലാബ് ജാമുൻ ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. സോ ഞങ്ങൾ വീണ്ടും പോയിട്ട് ഗുലാബ് ജാമുൻ എടുത്തിട്ട് വന്നു. ഗുലാബ് ജാമുൻ ഞാൻ ഏകദേശം ഒരു 4-5 കഴിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞാൻ നല്ല കിടന്ന് ഉറങ്ങി. ഇത്ര നേരം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് വയറ് ഫുള്ളായപ്പോൾ നൂഹ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റിൻ്റെ ടൈമായി. സോ ഞാനും ഉമ്മയും നൂഹും കൂടിയിട്ട് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയി. അഹമ്മദാബാദ് എയർപോർട്ടിൽ നല്ല ചെക്കിങ്ങും ഉണ്ടായിരുന്നു. ഒരുപാട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മദറായിട്ടുള്ള ഞാനുണ്ടായിട്ട് പോലും ഫാദർ ഇല്ലാണ്ട് കുട്ടീനെ ട്രാവലിംഗ് അലൗഡ് ചെയ്യില്ല എന്ന് അവർ ഞങ്ങളടുത്ത് തീർത്ത് പറഞ്ഞു. അതുകൊണ്ട് 1 hour ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയും. ബൈ.